ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഉഴുന്ന ചമ്മന്തി പൊടി ഉണ്ടാക്കിയാലോ? ഇതുപോലെ ഉണ്ടാക്കി ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള ഉഴുന്ന ചമ്മന്തി പൊടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഉഴുന്ന ചമ്മന്തിക്കായിട്ട് ഞാൻ ഇതുപോലൊരു ഗ്ലാസ്സിനകത്ത് ഒരു ഗ്ലാസ് ഉഴുന്നാണ് എടുത്തേക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. ഉഴുന്ന് വറുക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിന് ചൂടാകുമ്പോൾ നമുക്ക് ഉഴുന്നിട്ട് കൊടുക്കാം. ഉഴുന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. നല്ല ബ്രൗൺ കളറാവുന്നിടം വരെ വറുത്തെടുക്കണം. ഇത് ഞാൻ കഴുകിയെടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കി വെച്ചിരുന്ന ഉഴുന്നാണ്. ഇത് നമ്മൾ ചമ്മന്തി പിടിക്കാനായിട്ട് നേരത്തെ കഴുകി നല്ലപോലെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ പിന്നെ കഴുകാൻ പാടില്ല. കഴുകിയാൽ വെള്ളം നനവുണ്ടാവും. ഉഴുന്നൊക്കെ ഒരു ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് മൂക്കുമ്പോൾ നമുക്കിത് ഇറക്കാം. നമ്മുടെ ഉഴുന്നൊക്കെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഉഴുന്ന് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ അത് വെച്ചേക്കേണ്ട കാര്യമില്ല. വേറൊരു പാത്രത്തിൽ അപ്പോഴേ മാറ്റണം, അല്ലെങ്കിൽ അത് വീണ്ടും മൂത്ത് പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. ഉഴുന്നെടുത്ത് അതേ ഗ്ലാസ്സിന് തന്നെ ഒരു അര ഗ്ലാസ് അരി ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതുപോലെ വറുത്തുകൊണ്ട് വരാം. അരിയും അതുപോലെ തന്നെ വറുത്തെടുക്കാം. ബ്രൗൺ കളറാവുന്നിടം വരെ നല്ലപോലെ വറുത്തെടുക്കാം. ഇത് അരിയൊക്കെ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത്രയും മൂത്താൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമുക്ക് ഈ ഉഴുന്നിൻ്റെ കൂടെ തന്നെ തട്ടിക്കൊടുക്കാം. ഇനി നമുക്ക് എരിക്ക് ആവശ്യമായ കുരുമുളക് ഇട്ട് കൊടുക്കാം. കുരുമുളകിൻ്റെ ടേസ്റ്റാണ് മുമ്പിൽ നിൽക്കേണ്ടത്. എന്നാൽ ഒരുപാടായി പോവുകയും ചെയ്യരുത്. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോഴേ എരി കൂടിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര പാടല്ലേ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറിവേപ്പിലയും കുരുമുളകും ഒക്കെ റെഡി ആയിട്ടുണ്ട്. കറിവേപ്പില മൂത്ത് വരുമ്പോഴത്തേനാണ് കിരികില്ലാന്നുള്ള സൗണ്ട് കേൾക്കും. അതല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഞെരടി നോക്കിയാലും മതി. അപ്പോഴത്തേനും അത് കണ്ട് പൊടിഞ്ഞു പോകും. ആ പരുവാകുമ്പോഴത്തേനും ഇറക്കാം. ഇനി ഒരു കുറച്ച് എരിക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും അര ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കാം. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഇതിൻ്റെ കൂടെ പൊടിക്കുന്നതിൻ്റെ കൂടെ ഇടാം. നിങ്ങൾ വറ്റൽമുളകാണ് എടുക്കുന്നതെങ്കിൽ അത് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. വറുത്തെടുത്തതിന് ശേഷമേ പൊടിച്ചെടുക്കാവൂ. പൊടിയൊക്കെ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ വറുത്ത് വെച്ചേക്കുന്നതെല്ലാം കൂടെ തട്ടിയിട്ട് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഉഴുന്ന ചമ്മന്തിയുടെ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ദോശയുടെ കൂടെ ഇഡലിയുടെ കൂടെയൊക്കെ അല്പം വെളിച്ചെണ്ണയും ചേർത്ത് കുഴച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഉണങ്ങിയ ഒരു ടിന്നിലിട്ട് സൂക്ഷിച്ചിരുന്ന ഒരു 3-4 മാസം വരെ ഉപയോഗിക്കാം. കുറച്ച് എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്. ഇത് ഞാൻ ആ പൊടിയെടുത്ത് വെളിച്ചെണ്ണയിൽ ചാലിച്ചതാണ്.